ഹലോ നമസ്കാരം അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സിസ്വൽ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പാനിയാറാണ്. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്കായിട്ടും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ബാക്കി വരുന്ന ദോശ ഇഡ്ഡലി മാവ് കൊണ്ട് നല്ല ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പാനിയാരം ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാനിതാ എൻ്റെ കയ്യിൽ ബാക്കി ഉണ്ടായിരുന്ന ദോശ ഇഡ്ഡലി ബാറ്റർ ഞാനിതാ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മാവിൻ്റെ പരുവെന്ന് പറയുന്നത് ഇതാണ്. വല്ലാണ്ട് തിക്കാവാൻ വേണ്ട, വല്ലാണ്ട് ലൂസാവാൻ വേണ്ട കേട്ടോ. അപ്പോൾ പിന്നെ നിങ്ങൾ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് വെക്കുന്ന മാവാണെന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ മുന്നേ തന്നെ പുറത്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുമ്പോൾ എന്നുള്ള അപ്പസോഡയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെയെന്നുണ്ടെങ്കിൽ ബാക്ക് ടു നോർമലായി കിട്ടും. നമുക്കിതിലോട്ട് ഒരു പകുതി സവാള ചെറുതായി അരിഞ്ഞത്, ഒരു 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായി അരിഞ്ഞത്, പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പിൻ്റെ ഇല ചെറുതായി അരിഞ്ഞത് കേട്ടോ. ഇതൊക്കെ ഇതേപോലെ ചെറുതായി തന്നെ അരിയുക, എന്നാലും നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ പറയുന്നത് നിങ്ങൾ എരിവിനനുസരിച്ച് മാറ്റം വരുത്തുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിലോട്ട് ഇതിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഈ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പിൻ്റെ അളവൊക്കെ നിങ്ങൾ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാനിപ്പോൾ ഇവിടെ 2 കപ്പോളം മാവാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഉള്ളിയുടെയും പച്ചമുളകിൻ്റെ അളവാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ അരിഞ്ഞിട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു കയ്യിൽ മാവ് എടുത്ത് നോക്കുക. എടുത്ത് നോക്കിയിട്ട് അതിൽ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ അടുത്ത് അത് പാകമായതാണ് കേട്ടോ. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനിതാ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണയാണ് നല്ലത്. നമുക്ക് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ഇങ്ങനെ മാവ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എണ്ണയുടെ ആവശ്യമില്ലാണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ചട്ടിയാകുമ്പോൾ എണ്ണ ആവശ്യമാണ് കേട്ടോ. പിന്നെ ബാറ്റർ ഒഴിക്കുമ്പോൾ 3/4 ഭാഗങ്ങൾ ഒഴിച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ അതിങ്ങനെ പൊന്തി വരുമ്പോൾ വല്ലാണ്ട് പുറത്തേക്ക് ഇങ്ങനെ ചാടി നിൽക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് മറിച്ചിടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഇനി എല്ലാത്തിലും ഒഴിക്കട്ടെ. അതിനുശേഷം നമുക്കിതൊന്ന് 2 മിനിറ്റോളം മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ സ്ക്യൂറോ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഈ ചട്ടിയായ കാരണമാണ് കേട്ടോ ഇത്ര മറിച്ചിടാൻ ബുദ്ധിമുട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മറിച്ചിടാൻ പറ്റും. ഇത് കുറച്ച് മയം വന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാ കണ്ടില്ലേ, ലാസ്റ്റ് ബാച്ച് ആയപ്പോഴും നല്ല സൂപ്പറായിട്ട് മറിച്ചിടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് നോൺ സ്റ്റിക്ക് ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പാനിയാരൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളുടെ ചട്നിയും ചമ്മന്തിയുടെ കൂടെയാണ് ഇത് സെർവ് ചെയ്യാൻ പോണത്. അപ്പോൾ ഞാനതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റിയാണ്. പിന്നെ ചട്നിയും ചമ്മന്തിനെയും പറയണ്ട, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.